കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ശരിക്കും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വെളിയിലിറക്കാൻ പോലും സാധിക്കുന്ന, അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുന്ന വളരെ തീവ്രമായിട്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അഡ്രസ്സ് ചെയ്യാൻ വി ഡി സതീശൻ എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും സമരങ്ങൾ നയിക്കാനും അത് വിജയിപ്പിക്കാനും സർക്കാർ കാണിക്കുന്ന സ്വജനപക്ഷപാതമാകട്ടെ അല്ലെങ്കിൽ അഴിമതികളാകട്ടെ അതിനെ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ അഡ്രസ്സ് ചെയ്യാനും വി ഡി സതീശൻ എന്നുള്ള നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ബാദുഷയുടെ ഇക്കാര്യത്തിലുള്ളൊരു വിലയിരുത്തൽ? 2021 LDF സർക്കാർ രണ്ടാമത് അധികാരത്തിലേറുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു നനഞ്ഞ പടക്കം പോലായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അതിനുശേഷം ഇങ്ങോട്ട് നിരവധി ഭരണവിരുദ്ധ പ്രശ്നങ്ങൾ, സർക്കാരിനെതിരെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നടന്നതാണ് സ്വർണ്ണക്കൊള്ള വാദം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ നടക്കുന്ന വാദം. അതിൽ കോൺഗ്രസ് എത്രത്തോളം സമരം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് അവിടെ എന്ത് സമരം നടത്തി, അല്ലെങ്കിൽ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ്, ഇവർ സഭയിൽ അത് എങ്ങനെ ഉന്നയിച്ചത്? സാധാരണ ഒരു സമരം നടക്കുമ്പോൾ, ഒരു വിഷയം നടക്കുമ്പോൾ, സർക്കാരിനെതിരെ ഒരു പ്രശ്നം നടക്കുമ്പോൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ അതിൻ്റെ പേരിൽ അകത്താകുമ്പോൾ അത് സഭയിൽ എങ്ങനെ ചർച്ചയാവേണ്ടേ? സഭ സ്തംഭിച്ചു പോകുന്ന രീതിയിൽ ചർച്ച ഉണ്ടാവണം. അതുപോലെ തന്നെ സഭ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവണം. അങ്ങനെ ഏതെങ്കിലും ചർച്ച, ഏതെങ്കിലും ഒരു വിഷയം കഴിഞ്ഞ 5 വർഷത്തിലേക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ ഉണ്ടാവാത്തത്? സാധാരണ നമ്മൾ ഉണ്ടാകുമ്പോൾ സഭ അനിശ്ചിതമായി നിർത്തിവെക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും, അല്ലെങ്കിൽ അത്രയും വല്ല സംഭവ വികാസങ്ങളും സമരങ്ങളും കോലാഹലങ്ങളും നടന്നിട്ടുള്ള നാടാണ് നമ്മുടേത്. സമരത്തിലൂടെ നേടിയെടുത്താണ് നമ്മുടെ ഈ കാണുന്ന കേരളത്തിലെ ഏത് സംഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സമരമാണ് ഉണ്ടായിട്ടുള്ളത്? സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 100% പോലും പ്രതിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വി ഡി സതീശന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണല്ലോ. പ്രതിപക്ഷത്തെ ഞാനാണ് പ്രതിപക്ഷ നേതാവെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ആ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും ചോദ്യങ്ങളുടെ ശരങ്ങളല്ലേ ഉണ്ടാവേണ്ടേ? ആ ചോദ്യശരങ്ങൾ എന്താ ഇല്ലാതെ പോയി? ആ ചോദ്യശരങ്ങളല്ലേ പുറത്ത് ഇമ്പാക്ട് ചെയ്യേണ്ടത്? അതെന്താ വേണ്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശബരിമല വിഷയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊട്ട് മുന്നേ നടക്കുന്ന സംഭവം, അവിടെ പോറ്റിയെ കയറ്റുന്ന ഒരു പാരഡി പാട്ടുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റാണ് ഇപ്പോൾ കാണുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം. സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായത് ഒരു പാരഡിപ്പാട്ടാണ്. പക്ഷേ ബാദുഷ പറഞ്ഞ പോലെ ആ ഒരു പാരഡിപ്പാട്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് പോലും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാക്കാൻ, സമരങ്ങളിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല. ഇവർ മൈക്കിട്ട് വെച്ച് പ്രസംഗിച്ച എന്താവാനാ? നിരത്തിറക്കി സമരം ചെയ്യണമെന്നേ. ആ സമരത്തിലല്ലേ ഉണ്ടാവേണ്ടത്. അതെന്താ ഉണ്ടാവത്തെ? ഇനി അതും പോട്ടെ, നവകേരള വിഷയമായിട്ട് ബന്ധപ്പെട്ട്, നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ചെക്കന്മാർ തലയടിച്ച് പൊടിച്ച് റോഡിൽ കിടന്നു. പ്രതിപക്ഷ നേതാവ് സത്യം ഇയാൾ എന്താ ചെയ്തേ? ഇയാൾ എന്ത് നടപടി എടുത്തേ? അല്ലെങ്കിൽ എന്താ അവർ കൊടുത്ത സപ്പോർട്ട്? അന്ന് KPC പ്രസിഡന്റ് എന്താ കെ സുധാകരൻ പറഞ്ഞിടുന്നേ, എൻ്റെ പിള്ളേരെ അടിക്കാൻ ആരാണെന്ന്. ഇത് ചോദിച്ച ഏക നേതാവ് കെ സുധാകരനാന്നേ. അപ്പോൾ സതീശനാരാ? പ്രതിപക്ഷ നേതാവാണ്. ഇവരെ കണ്ടിട്ടല്ലേ ഈ പിള്ളേർ ഇറങ്ങുന്നത്? ഇവരെ കണ്ടിട്ടാണല്ലോ ഇറങ്ങുന്നത്, നേതാക്കന്മാരെ കണ്ടിട്ടാണല്ലോ അണികൾ ഇറങ്ങുന്നത്, പ്രവർത്തകർ ഇറങ്ങുന്നത്. ചെടിച്ചട്ടി കൊണ്ടാണ് മണ്ട അടിച്ച് പൊട്ടിച്ച്. അവിടെ ചോദിക്കാൻ ഉത്തരവില്ലായിരുന്നു. ഈ ചോദിക്കേണ്ടതാരാ? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് കളിയാക്കിയ കാലമല്ലേ. കാട്ടാക്കടയൊക്കെ വണ്ടി കാലിൽ കൂടി കയറ്റി ഇറക്കി. അതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് അടിക്ക് കൈയും കണക്കില്ല. DYFക്കാരും CPMമാരും കയറി നിറങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇവരുടെ പുറത്തുകൂടി വേട്ടയാടുകയായിരുന്നു, കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അടിക്കുകയായിരുന്നു. അവസാനം ഇവർക്ക് ആകെ തിരിച്ചടി കിട്ടുന്നതേ കൊല്ലത്തെത്തിയപ്പോഴാണ്. BJPക്കാരുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി കിട്ടുന്നത്. അതുവരെ കോൺഗ്രസ് നിന്ന് തല്ലുകൊള്ളുമായിരുന്നു. ആരാ ചോദിക്കണ്ടേ? എടാ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയേണ്ടതാരാ? ഞാനാണ് നിങ്ങളുടെ നേതാവ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. എവിടെ നിന്നേ? അതും പോട്ടെ. തൃശ്ശൂർ സുജിത്ത് എന്നൊരു നേതാവ് അറിയാമല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടി അടിക്കുന്ന പോലെ അടിച്ചു. 1.5 വർഷം ആ കേസ് ഉണ്ടായിരുന്നിട്ടും അവസാനം CCTV ക്ലിപ്പിങ്സ് കോടതി മുഖേന എടുക്കുമ്പോഴത് വിവാദമാണെന്നറിയാവോ? കേട്ടിട്ടുണ്ടോ? സുജിത്തിനെ അറിയാലോ. പോലീസ് അതിക്രമങ്ങൾ, എന്തോരം പോലീസ് അതിക്രമങ്ങളാണ് പിണറായിയുടെ 2ാം സർക്കാരിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷം എന്താ ചെയ്തേ? ഇതൊക്കെ ചോദിക്കേണ്ട ആരാണ്? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണല്ലോ പ്രതിപക്ഷം എപ്പോഴും. ശരിക്കും നേരത്തെ പറഞ്ഞ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറയുകയാണെങ്കിൽ മാധ്യമങ്ങളെടുത്ത പണിയുടെ പകുതി പോലും വി ഡി സതീശൻ എടുത്തിട്ടില്ല. അതായത് ഈ കേസുകളിലും, അതായത് ഈ സ്റ്റേഷൻ അട്രോസിറ്റീസോ അല്ലെങ്കിൽ പോലീസ് അട്രോസിറ്റീസോ ഉണ്ടാകുമ്പോഴത്തേക്കും മാധ്യമങ്ങൾ നിരന്തരമായിട്ടത് വാർത്ത കൊടുത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പോലും പ്രതിപക്ഷത്തിനുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, ഇല്ലേ? അതേ വിഷയങ്ങൾ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞു പോവാം. ഈ മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്, അറിയാമല്ലേ? വയറ് കുത്തിക്കീറതും കത്തി വെച്ച് തുന്നിച്ചതും അങ്ങനെ തുടങ്ങി നിരവധി സംഭവം. സെക്രട്ടറിയിലടക്കം ഒരു സ്ത്രീ വന്നിരുന്ന് എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ എൻ്റെ വയറ് കീറി ഇട്ടേക്കാണെന്ന് പറയുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ബിന്ദു അടക്കമല്ലേ? അതെ, ബിന്ദുവിന്റെ വയറ്റിൽ കത്രിക തുന്നിക്കെട്ടിയ സംഭവം ഉൾപ്പെടെ മെഡിക്കൽ കോളേജിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സംഭവം ഉൾപ്പെടെ മെഡിക്കൽ നെഗ്ലിജൻസ്. അതുപോലെ 54-ന് മേലെ
ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വഷളായി വന്നിട്ടുണ്ട്. എന്താ ചെയ്തേ പ്രതിപക്ഷം? ഇതൊക്കെ ആരാ ചോദിക്കേണ്ടേ? പ്രതിപക്ഷമല്ലേ ചോദിക്കേണ്ടേ? പ്രതിപക്ഷ നേതാവല്ലേ ചോദിക്കേണ്ടത്? ജനങ്ങളുടെ ശബ്ദമാകേണ്ടതാണ് പ്രതിപക്ഷം. അതാണ് പ്രതിപക്ഷം. അതെ, അവിടെ എനിക്കും ബ്രോയ്ക്കും വേണ്ടി സംസാരിക്കേണ്ടതാരാ? പ്രതിപക്ഷത്തിന്. ഇപ്പം ഭരണപക്ഷം ഓക്കെ അവർ ചെയ്യുന്നു, അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയേണ്ടതാരാ? പ്രതിപക്ഷമല്ലേ. നമ്മളെപ്പോഴും പറഞ്ഞ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ജനപക്ഷമാണെന്ന് പറയുന്നത്. ഈ ജനപക്ഷത്ത് നിൽക്കേണ്ട നേതാക്കന്മാർ അല്ലെങ്കിൽ ജനപക്ഷ നേതാവ് അവിടെ എന്താ ചെയ്തേ? പിണറായി വിജയൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, CMR അഴിമതി കേസ്, അവിടെ എന്ത് നിലപാടാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്? BD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അവിടെ ചെയ്തെന്നറിയുമോ? അക്കൗണ്ട് വഴി കൈക്കൂലി. അതെ, കേന്ദ്ര ഏജൻസിയിൽ അന്വേഷിക്കുന്നത് അവരന്വേഷിച്ചോട്ടെ എന്നുള്ള ലെവലാണ് വിട്ടെ. അവരന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ പ്രതിപക്ഷം എന്തിനാന്നേ? പ്രതിപക്ഷ നേതാവ് എന്തിനാന്നേ? അത് നടത്തേണ്ടതാരാ? അത് അവരന്വേഷിച്ചോളും. അതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാരാ? അതിൻ്റെ പേരിൽ സമരം ചെയ്യേണ്ടതാരാ? സഭയിൽ കൃത്യമായിട്ട് മറുപടി പറയിപ്പിക്കേണ്ടവരാ. ഇവിടെ അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഇവിടെ ഒരു വിഷയം ഒരു കോൺഗ്രസ് നേതാവ് കൊണ്ടുവരുന്നിരിക്കട്ടെ, ഒരു വിഷയം കോൺഗ്രസ് നേതാവ് കൊണ്ടുവരുമ്പോൾ ഏത് നേതാവായിക്കോട്ടെ ഒരു വിഷയം അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതിന് സപ്പോർട്ട് കൊടുക്കേണ്ടതാരാ? ഇന്നേ വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കൊണ്ടുവന്ന ഒരു വിഷയം, ഒരു അഴിമതി കേസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഏത് കേസാണ് BD സതീശൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്? ഇവിടെ സംഭവിക്കുന്നറിയാമോ? അത് അയാൾ കൊണ്ടുവന്നല്ലേ, അയാൾ കൊണ്ടുപോയിക്കോട്ടെ, എനിക്കിവിടെ വേറെ പണിയുണ്ട് എന്ന തരത്തിലാണ് പോകുന്നത്. BD സതീശൻ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്താണല്ലോ, ഓപ്പോസിഷൻ ലീഡർ അല്ലേ. മുഖ്യമന്ത്രിക്ക് ചുമതലകളുണ്ട്. ആ ചുമതലകൾ ചോദ്യം ചെയ്യേണ്ടത് ആരാ? BD സതീശനാണ്. അങ്ങനെ ചോദ്യം ചെയ്ത് ഏത് കേസാണല്ലേ? ഇതാരാ ചെയ്യണ്ടേ? പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം അതിന് മറുപടി പറയുകയും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ മറുപടി പറയുകയും പിന്നീട് അടുത്ത പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൻ്റെ വായിൽ തൂങ്ങി പോവുകയും ചെയ്യുകയാണ് സതീശൻ ചെയ്യുന്ന ഒരു കാര്യം. ഒരു പ്രശ്നം ഉന്നയിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതാണ് മികച്ചൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു രീതി. കേരള വിഷയം അറിയാലോ. കേരള വിവാദം മഞ്ഞക്കുറ്റിയുടെ പേരിൽ നാട്ടുകാർ വരെ അടികൊണ്ട സംഭവം. കോൺഗ്രസ് BD സതീശൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങളാണ് നേതൃത്വം കൊടുത്തത് എന്ന്. അവിടെ നാട്ടുകാരാണ് സമരം ചെയ്തേ. നാട്ടുകാരെ സമരം ചെയ്ത വിഷയത്തിൽ BD സതീശൻ അവിടെ എന്താ ചെയ്തേ? അവരുടെ ഭൂമി കൈയേറുന്നതിന് അവരാണ് സമരം ചെയ്തത്. അതെ, അവിടെ BD സതീശൻ്റെ നിലപാടെന്തായിരുന്നു? BD സതീശൻ സഭയിൽ ചോദ്യം ചോദിച്ചു. ഈ സഭയിൽ എങ്ങനെ ചോദ്യം ചോദിക്കേണ്ടത്? സഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി വാങ്ങണ്ടേ? അങ്ങനെ എത്ര കേസിലാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിച്ചിട്ടുള്ളത്? ഒരു കേസ് പറഞ്ഞേ, ഏത് കേസിലാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരഡി പാട്ടുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റ് പോലും പ്രതിപക്ഷത്ത് ഇരിക്കുന്ന നേതാവിനുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ പിന്നെ എന്ത് പ്രതിപക്ഷം വന്നേ? പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് വളപ്പിലുണ്ടായ നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPOമാരുടെ സമരം, ആശാ വർക്കർമാരുടെ സമരം, ആയിരക്കണക്കിന് അത്തരത്തിൽ പ്രശ്നബാധിതരായിട്ടുള്ള ആൾക്കാർ സെക്രട്ടേറിയറ്റിൽ തലമുണ്ടനം ചെയ്തും മുട്ടിലിഴഞ്ഞുമൊക്കെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് ശൈല പ്രശ്നം ചെയ്തൊക്കെ അവർക്ക് വേണ്ടി അവർ തന്നെ ഫൈറ്റ് ചെയ്തപ്പോൾ അതിലൊരു കാഴ്ചക്കാരൻ നിന്നതിനപ്പുറം അതിന് എന്ത് പരിഹാരമില്ലേ? PSC തട്ടിപ്പറിയാലോ. PSC തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ട വിഷയം നടക്കുമ്പോൾ PSCയുടെ ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കുവാണ് DYFIയുടെ നേതാക്കന്മാർക്ക്. ചോർത്തി കൊടുക്കുമ്പോൾ പ്രതിപക്ഷം ഇവിടെ എന്താ ചെയ്യുന്നത്? അതുമായിട്ട് അതിനുശേഷം ഈ പറഞ്ഞ CPO റാങ്ക് ലിസ്റ്റ് വന്നല്ലോ. റാങ്ക് ലിസ്റ്റിൽ എത്ര പേർക്കാണ് ജോലി കൊടുത്തത്? അത് ചോദ്യം ചോദിക്കേണ്ട ആരാ? അതേ സമയത്ത് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നേ വരെ പിൻവാതിൽ നിയമനത്തിൻ്റെ പേരിൽ കോൺഗ്രസ് എപ്പോഴാണ് സംസാരിച്ചിരിക്കുന്നത്? BD സതീശൻ എപ്പോഴാണ് സംസാരിച്ചിരിക്കുന്നത്? സ്വർണ്ണക്കൊള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് BD സതീശൻ എവിടെ സംസാരിച്ചിരിക്കുന്നത്? സ്ത്രീ പ്രവേശന വിഷയമായിട്ട് ബന്ധപ്പെട്ട് BD സതീശൻ്റെ നിലപാട് എന്താണ്? അതുപോലെ തുടങ്ങി ഈ പറഞ്ഞ പോലീസ് അട്രോസിറ്റി, അതിലെന്തായിരുന്നു BD സതീശൻ്റെ നിലപാട്? വീണ വിജയൻ്റെ കേസ്, അതിലെന്തായിരുന്നു BD സതീശൻ്റെ നിലപാട്? മുനമ്പം വിഷയം, അങ്ങനെ തുടങ്ങി അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഏത് പ്രശ്നത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് 4 ഡയലോഗ് അടിച്ച് അതിനെ റീലാക്കി നടക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിലൊക്കെ ഇറങ്ങി ആരാ സംസാരിച്ചേ? അതായത് ഒരു പ്രശ്നം വളരെ കത്തി നിൽക്കുമ്പോൾ, മാധ്യമങ്ങൾക്കിടയിൽ കത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് മാത്രം അവതരിക്കുന്ന ഒരു BD സതീശനുണ്ട്. അതെ, അവിടെ വന്നിട്ട് മാധ്യമങ്ങൾക്ക് ഘോരം പ്രസംഗിക്കുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ എന്താ പറയുക, ഇത്തിക്കര പക്കി എന്ന ലൈനിലേക്കൊക്കെ മാറുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ഞാനിപ്പോൾ കാണിക്കാം, ഇപ്പം ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് കാണിക്കുകയും ആ വിഷയം മാധ്യമങ്ങൾ എന്ന് വിടുന്നോ അതോടുകൂടി പ്രശ്നം അവസാനിക്കുകയാണ്. അപ്പോൾ സതീശന് വിട്ടു, ആ സമയത്തേക്ക് സതീശന് വിട്ടു, അതിന് തൊട്ട് മുന്നേ സതീശൻ വിട്ടു. അപ്പോൾ പിന്നെ ഈ സതീശൻ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ ഈ പറയും പോലെ ഞാനാണല്ലേ, ഞാൻ വനവാസത്തിന് പോകും, കോൺഗ്രസ് തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറയും. എന്ത് യോഗ്യത സതീശനുള്ളത്? എന്ത് യോഗ്യതയുള്ളത്? ഈ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നേ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അതിനുള്ള പാർലമെൻറ്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം സതീശൻ്റെ പങ്ക് എന്തായിരുന്നു? സതീശൻ മാത്രമേ പങ്കുവെച്ചുള്ളൂ. അവിടെ എല്ലാവരുടെയും ഈ സതീശൻ എന്ന് പറഞ്ഞു പോകുമ്പോഴേ നേതൃത്വം കൊടുക്കേണ്ട ആൾ, നേതൃനിരയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പണി ചെയ്തില്ല എന്ന് മാത്രമല്ല ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് ആദ്യം വ്യക്തമായിട്ട് ചെയ്തൊരു സമരം പറയുന്നേ. ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കോൺഗ്രസും CPM തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് അറിയാമോ? CPMൻ്റെ കയ്യിൽ പറയാണ് ഒരു വടി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അവരപ്പോഴത്തേക്ക് CPM അടി തുടങ്ങിയിട്ടുണ്ടാവും.
വടി ഇരിക്കുന്നു എന്ന് പറയത്തേ ഉണ്ടാവുള്ളൂ. ഒരു വടി വരുന്നുണ്ട്, അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ CPM അടി തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെയോ വടിയെടുത്ത് കയ്യിൽ കൊടുക്കുവാണ്, അതാ നിങ്ങൾ അടിച്ചെന്ന് പറഞ്ഞ്. ഈ വടിയെടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തോ വെച്ച് അവസാനം വടിയും കാണില്ല, ആളും കാണില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ നടന്നിട്ടുള്ളതാ. നമ്മൾ പറയേ മോന്തായം വളഞ്ഞാൽ സർവ്വതും വളയുന്നു, അതുപോലാണ് ഈ സംഭവം നടക്കുന്നത്. VD സതീശൻ നേരെ ഇരുന്നെങ്കിൽ ഇതിനു മുന്നേ ഇടതുപക്ഷ സർക്കാർ സമരം കൊണ്ട് പൂരപ്പറമ്പായിരുന്നു അവിടെ. അതെ, അവിടെ ഇവർക്ക് ഭരിക്കാൻ പറ്റുന്ന സാധനം നമുക്കറിയില്ല. സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമരം, അതിനകത്തൊരു സത്യസന്ധത പോലും ഇല്ലായിരുന്നിട്ടും സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമരം ചെയ്ത ആൾക്കാരാ CPM. അതിൻ്റെ പകുതി കാണിക്കുന്നേ, അതിൻ്റെ പകുതി കാണിക്കും. പക്ഷെ കാണിച്ചതന്നെ സതീശനല്ലാതെ വേറെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഒരുപക്ഷെ ഇതിലും മികച്ച രീതിയിൽ സമരമുഖങ്ങളിൽ കോൺഗ്രസിനെ കാണാൻ പറ്റും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വയ്ക്കുന്ന സമയത്ത് 5 മന്ത്രിമാരാ രാജിവെക്കേണ്ടി വരുന്നത്. 5 മന്ത്രിമാർ രാജിവെക്കേണ്ടി വരുന്നത്. അന്ന് കോവിഡ് പോലുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് 5 മന്ത്രിമാർ രാജിവെച്ച് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയും VD സതീശൻ വന്നിട്ട് കൃത്യമായിട്ട് അത്തരം തെളിവുകളടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണെന്ന്. എന്നാലല്ലേ ഉള്ളൂ ഒരു രാജ്യം ഉണ്ടാവണമെങ്കിൽ എനിക്കിനി നിലനിൽപ്പില്ല, എനിക്കിനി ജനങ്ങൾക്ക് മുന്നിൽ കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആ നേതാവ് ആ പ്രശ്നത്തിനെ കൊണ്ടുവരികയാണ്, കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ്, കൃത്യമായിട്ട് തെളിവുകൾ കൊണ്ടുകൊടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ, ഇവിടെ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസ് രാജ്യത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി CPM പ്രവർത്തകരടക്കം, CPM പ്രവർത്തകരല്ല നേതാക്കന്മാരടക്കം പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ഉണ്ടാവണം, കോൺഗ്രസ് ആണ് രാജ്യത്ത് നിലനിൽക്കേണ്ടത് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല പറയുന്നത്, ജനാധിപത്യ വിശ്വാസികളായി എല്ലാവരും പറയുന്നുണ്ട്. കാരണം എന്നറിയുമോ, കോൺഗ്രസ് നിലനിൽക്കണം. എന്നാൽ അതിനുവേണ്ടി ഈ കോൺഗ്രസിനെ കേരളത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ വലിയ വിടുവായത്താണ് അങ്ങനെ ഞാൻ വനവാസത്തിന് പോകും എന്നത്. എന്തിനായി പറയുന്നത്? അടുത്ത മുഖ്യമന്ത്രി ആവണോ നീ? അതിന് ഉടുപ്പം തച്ച് വെച്ചിട്ടിരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടിരുന്ന് പറയുവാണ് ഞാനാണെല്ലാം ചെയ്തത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു Facebook പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വനവാസത്തിലല്ല വനത്തിലാണെന്ന്. ഇതാരെ കാണിക്കാനാ? ആരോടെ തള്ളുന്നേ? ജനങ്ങളിത് കാണുന്നവരില്ലേ, ജനങ്ങൾക്കത് മനസ്സിലാവില്ലേ? ഇത്തവണ അതായത് 2ാം തരം നേതാക്കന്മാരുണ്ടായിരുന്നു. അതായത് യുവനിര വന്നല്ലോ. യുവനിര നടത്തിയ പ്രവർത്തനത്തിൻ്റെ പകുതി VD സതീശൻ നടത്തിയിട്ടുണ്ടോ? യുവ നേതാക്കൾ നിന്ന് അടികൊണ്ടിട്ടുണ്ടല്ലോ. ഇദ്ദേഹം അടികൊള്ളണ്ട, ആ സമരമുഖങ്ങളൊന്ന് ഒന്ന് കണ്ടാൽ മതി, കൂടെ നിൽക്കാമല്ലോ, നിനക്ക് ഞാനുണ്ട് കൂടെ, ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് പറയാമല്ലോ. അതുപോലും ഉണ്ടായിട്ടില്ലാതിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അതിന് പോലും ഒരു സഹകരണം ഇല്ലായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയുവാണ് ഞാനാണ് കോൺഗ്രസ്, ഞാൻ മാത്രമാണ് കോൺഗ്രസ് എന്ന്. ഇവരാണ് നാട് രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന മന്ത്രിക്കുപ്പായം നശിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ജനങ്ങളെ പുച്ഛിക്കല്ലേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അവസാനം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് സതീശൻ കാത്തിരിക്കുകയാണെങ്കിലും എത്തരങ്ങളിലാണ് സമരമുഖങ്ങളിൽ കോൺഗ്രസിനെ സതീശൻ നയിച്ചതെന്നുള്ളത് വലിയ ചോദ്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളുണ്ടായിട്ടും എങ്ങനെ അതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സതീശന് കഴിഞ്ഞില്ല എന്നുള്ളത് ജനങ്ങൾ കണ്ട കാര്യമാണ്. അതെ, അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു വേണ്ടേ. ഇവിടെ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം, ഒരു സമരം പോലും ചെയ്യാൻ കഴിയുന്ന നേതാവാണ്. ഞാൻ മുഖ്യമന്ത്രിയാകുന്ന നാടിനെ അങ്ങ് രക്ഷിച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സതീശനൊക്കെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ നലിച്ചു വയ്ക്കും, കോൺഗ്രസിൻ്റെ അവസ്ഥ നലിക്കുക. കോൺഗ്രസ് നശിച്ച് നാറാണകൾ എടുത്തു പോകും. ആ ലെവലിലേക്കാണ് പോകുന്നത്. സതീശനൊക്കെയാണ് പിടിച്ച് മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തുന്നെങ്കിൽ അതോടുകൂടി കോൺഗ്രസ് തീർന്നങ്ങ് സംഘടനാപരമായിട്ട് നശിക്കും. കോൺഗ്രസ് തീർന്നങ്ങ് ഉറപ്പിച്ചാൽ മതി. അവിടെ പിന്നെ എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ട് സമരം ചെയ്യാൻ കഴിവില്ലാത്ത നേതാവ് വന്നിട്ട് ഞാൻ നാളെ മുഖ്യമന്ത്രിയാണ്, ഞാൻ എല്ലാം അങ്ങ് നന്നാക്കി കളയെന്ന് പറഞ്ഞാൽ എന്ത് നന്നാക്കുന്ന? നാട് നശിക്കും, ഒപ്പം തന്നെ കോൺഗ്രസ് ഇല്ലാതായി പോകും. തീർച്ചയായും അത് കോൺഗ്രസ് നേതാക്കളെങ്കിലും മനസ്സിലാക്കിയ നല്ലതാണ്.